Hello everyone, Kerala Engineering inde KEAM2020 യുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ അത് ചെക്ക് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെക്ക് ചെയ്യാത്തവർ ജസ്റ്റ് അതിലേക്ക് ലോഗിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജസിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ വിവിധ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. നമുക്കറിയാം, അതിന് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജായിട്ടും ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജായിട്ടും പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജസ് കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കോളേജ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കോളേജിൻ്റെ ആ ഒരു മികവ്, കോളേജ് തുടങ്ങിയ ഒരു ഇയർ, കോളേജിലെ പ്ലേസ്മെൻറ്റ്, കോളേജിലെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആദ്യം c.kerala.gov.in എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് എടുക്കാം. ഇതെടുത്ത് കഴിയുമ്പോൾ ഇതിൽ KEAM2020 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുണ്ട്. നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് കിട്ടും. ഈ ഒരു പേജിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് റാങ്ക് അറിയാൻ സാധിക്കുക. അപ്പോൾ റാങ്ക് എല്ലാവരും നോക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ടും അലോട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയണം. നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജ് നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും. ലാസ്റ്റ് റാങ്ക് കൃത്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ലാസ്റ്റ് റാങ്ക് 2019 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എഞ്ചിനീയർ, ആർക്കിടെക്ചർ, ഫാർമസി എല്ലാം ഉണ്ട് അതിൽ. നമ്മളിപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ എഞ്ചിനീയറിംഗ് നോക്കുക. എഞ്ചിനീയറിംഗ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ കേരളത്തിലുള്ള കംപ്ലീറ്റ് കോളേജസിൻ്റെ കോഴ്സ് വൈസ് ആയിട്ട് ഓരോ കോഴ്സ് വൈസ് ആയിട്ടുള്ള ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു എഞ്ചിനീയറിംഗ് ശാഖ കമ്പ്യൂട്ടർ സയൻസ് ആണെന്നറിയാം. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് നോക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകാം. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് എത്തി. അപ്പോൾ ഓരോ ബാച്ചിലും അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിലും ആ ടൈപ്പ് ഗവൺമെൻറ് കോളേജസ് ആദ്യം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം. ഇവിടെ കറക്റ്റ് കോളേജിൻ്റെ പേരും സ്ഥലവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ടത് ഇതൊന്ന് ഗവൺമെൻറ് കോളേജസ്, കമ്പ്യൂട്ടർ സയൻസിന് ഗവൺമെൻറ് കോളേജസ് നമുക്ക് ഒരു 10ഓളം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അതിൽ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഡിമാൻഡ്, കമ്പ്യൂട്ടർ സയൻസിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ CET എന്ന് നമ്മൾ പറയാം. അപ്പോൾ CET-യിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ഇവിടെ ഓരോ കാറ്റഗറി വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ കൊല്ലം ഏറ്റവും ലാസ്റ്റ് കയറിയ റാങ്ക് 404 ആണ്. തൊട്ടിപ്പുറത്ത് ഈഴവ കാറ്റഗറിയുടെ റാങ്ക് ഉണ്ട്. ഈഴവയിൽ ലാസ്റ്റ് കയറിയത് 619 ആണെങ്കിൽ മുസ്ലിം കാറ്റഗറിയിൽ ലാസ്റ്റ് കയറിയത് 533 ആണ്. ഇവിടെ BH അതർ ബാക്ക്വേർഡ് ഹിന്ദുസിൽപ്പെട്ടവർ ലാസ്റ്റ് കയറിയത് 531 ആണ്. ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻസ് LA അവർ ലാസ്റ്റ് കയറിയത് 846 ആണ്. ധീവര കാറ്റഗറിയിലുള്ളവർ ലാസ്റ്റ് കയറിയത് 432 ആണ്. വിശ്വകർമ്മയാണെങ്കിൽ 842. പിന്നെ ഇവിടെ കുറച്ച് കാറ്റഗറീസ് കൂടിയുണ്ട്. അത് ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, കുടുംബി, കുശവൻ, അതിവിടെ ബ്ലാങ്ക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാറ്റഗറിയിൽ കയറിയിട്ടുണ്ടാവില്ലായിരിക്കും. SC കാറ്റഗറിയിൽ ലാസ്റ്റ് കയറിയത് CET-യിൽ 4599 റാങ്ക് ആണെങ്കിൽ ST കാറ്റഗറിയിൽ ലാസ്റ്റ് CET-യിൽ കയറിയത് 32,038 ആണ്. നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് കോളേജിൻ്റെ അത്യാവശ്യം കോളേജിൻ്റെ മേന്മ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ലാസ്റ്റ് റാങ്ക് കയറിയിരിക്കണത് നമുക്ക് ഏകദേശം അറിയാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലായിരിക്കും ഏറ്റവും ഫീസ് കുറവ്. അതുപോലെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളത് ഇവിടെ ഇട്ടേക്കുന്നത് ഗവൺമെൻറ് സ്പോൺസേർഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ് സ്പോൺസേർഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, പത്തനംതിട്ട, ഇതെല്ലാം IHRD കോളേജസ് ആണ്. ഇതിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് ഇവിടെ വരും.
മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. അത് IHRDയിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരു കോളേജാണ്. അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ടിങ് സെൽഫ് ഫൈനാൻസിങ് കോളേജ് ആകുമ്പോഴത്തേക്കും പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിനെക്കാട്ടിയും ഫീസ് കുറവായിരിക്കും. അത് കഴിഞ്ഞാലാണ്, അപ്പം ഇതെല്ലാം ഗവൺമെൻറ് സപ്പോർട്ടിങ് സെൽഫ് ഫൈനാൻസ് കോളേജാണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞാൽ S കൊടുത്തിട്ടുണ്ട്. S എന്നുള്ളത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ആണെങ്കിലും നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല പ്ലേസ്മെൻറ്റും ഒക്കെ ഉള്ള കോളേജ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നമുക്ക് അവിടെ ചേരാം. തീർച്ചയായിട്ടും നമ്മൾ കോളേജസിനെ കുറിച്ച്, എല്ലാ കോളേജസിനെ കുറിച്ചും നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അത് വെച്ചിട്ടായിരിക്കും ഓപ്ഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾ നോക്കുക, ഇതൊരു സെൽഫ് ഫൈനാൻസിങ് കോളേജാണ്. അപ്പം ഞാനൊരു കോളേജിനെ ബൂസ്റ്റപ്പ് ചെയ്ത് പറയണമെന്നല്ല, എനിക്ക് ഒരു കോളേജോട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. പക്ഷേ ഈ ഒരു റാങ്ക് മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പുത്തൻകുരിശ് എറണാകുളം, ഇവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റുള്ള റാങ്ക് നിങ്ങൾ നോക്കുക 9432 ആണ്. എന്ന് പറയുമ്പോഴത്തേക്കും ആ കോളേജിന് എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ മേന്മയുള്ളത് കൊണ്ടിട്ടായിരിക്കുമല്ലോ അത് സെൽഫ് ഫൈനാൻസിങ് കോളേജ് ആയിട്ട് കൂടി ആളുകൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെ സെൽഫ് ഫൈനാൻസ് മേഖലയിലും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്. മറ്റൊരു കോളേജ്, രാജഗിരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി 5343. അപ്പോൾ അതും നല്ല റാങ്കിൽ നിൽക്കുന്നതാണ്. ഏകദേശം സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ അടുത്തൊക്കെ തന്നെ വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് മെറിറ്റ് റാങ്കാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ ബ്രാഞ്ചും, നിങ്ങൾക്ക് ഇവിടെ എല്ലാ ബ്രാഞ്ചും കിട്ടും, എല്ലാ കോളേജസും കിട്ടും. അപ്പം നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ്, നിങ്ങൾക്കറിയാം സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഇഷ്ടംപോലെ കോളേജസ് ഉണ്ട്. എല്ലാ ബ്രാഞ്ചും എടുത്ത് നോക്കുക, കാറ്റഗറി വൈസ് ലാസ്റ്റ് റാങ്ക് ഏതാണെന്ന് വന്നേക്കണം എന്നുള്ളത് എഴുതി ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കാൻ. ഓക്കെ, ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളോടുകൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നമുക്കിവിടെ നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ പേജിൽ അതർ യൂസ്ഫുൾ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മിക്കവാറും എല്ലാ കോളേജസിനെ കുറിച്ചുള്ള, എല്ലാ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ പ്രൊഫഷണൽ കോളേജസ് ഇൻ കേരള പാർട്ടിസിപ്പേറ്റഡ് ഇൻ CEE അലോട്ട്മെൻറ്റ്, അതായത് നമ്മുടെ KEAM അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്രൊഫഷണൽ കോളേജസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാ സെക്ഷനും കാണാം, എഞ്ചിനീയറിംഗ്, MBBS, ഡെൻ്റൽ. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണ്, നമ്മൾ എഞ്ചിനീയറിംഗ് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞു 3 തരം കോളേജസ് ഉണ്ട്: ഗവൺമെൻറ് സ്പോൺസേർഡ് സെൽഫ് ഫൈനാൻസിങ്, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ്. അപ്പം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് നമുക്ക് ഇതിൽ കാണിക്കുന്ന 19 എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. പിന്നെ ഇവർ ഈ സൈറ്റിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യമുണ്ട്, ഇതിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. സൈറ്റ് എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ ഒരു പർട്ടിക്കുലർ സൈറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാലും ഇതിലധികം ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നോക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, നല്ലൊരു കോളേജാണിത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണ്. ഗവൺമെൻറ് കോളേജാണ്, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്, റെക്കഗ്നൈസിങ് അഫിലിയേറ്റഡ് ടു ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ഇയർ 1957, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് കോളേജാണ്. ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ കോളേജസിനെ കുറിച്ച് ഇതിനകത്തുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്പോൺസേർഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ഉണ്ട്, ഒരു 25ഓളം ഗവൺമെൻറ് സ്പോൺസേർഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ഉണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജ്, നിങ്ങൾക്കറിയാം ഈ ഒരു സെക്ടർ ആയിരിക്കും ഏറ്റവും അധികം ഉള്ളത്. ഇഷ്ടംപോലെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജസ് ഉണ്ട്. ഇതിൽ 122 സെൽഫ് ഫൈനാൻസിങ് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. അപ്പം ഈ കോളേജൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ അലേർട്ട് ആയിരിക്കണം. നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കോളേജ്, പ്ലേസ്മെൻ്റ് ഉള്ള കോളേജ്, ഇൻഫ്രാസ്ട്രക്ചറുള്ള കോളേജ്, നല്ലപോലെ പഠിപ്പിക്കുന്ന കോളേജ്, ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഈ ചാനലിൽ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്